ഈ സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്ത പോലെ ലോകത്ത് ഒരാളും പ്രൊമോട്ട് ചെയ്തിട്ടില്ല. മജു പ്രൊമോട്ട് ചെയ്തിട്ടില്ല. ഈ ലുക്ക് പറഞ്ഞപ്പോ വിനയേട്ടന് എന്താ തോന്നി? കാരണം ആ സമയത്ത് നമുക്ക് വേറെ പടം ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ. അതും കൂടി മനസ്സിൽ കണ്ടാണ് ഇയാൾ എനിക്ക് ആ ലുക്ക് തന്നത്. അതായത് നമ്മൾ ഇനി ആ സിനിമ കഴിയുന്നവരെ വേറെ ഒരിടത്തേക്കും പോരുതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ലോക്ക് ചെയ്തത്. മജു പറഞ്ഞ രണ്ട് കാര്യമുണ്ട്. ഒന്ന് ക്യാരക്ടറിന്റെ ലുക്കിന് വേണ്ടിയിട്ട് അതും സ്പെഷ്യലാണ്. കാര്യം പെരുമാനിയിൽ എനിക്ക് മാത്രമുള്ള അങ്ങനെ ഒരു മീശ അല്ലേ? ആ ഷോട്ടൊക്കെ എടുക്കുമ്പം എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഈ മീശ കണ്ടിട്ട് എങ്ങനെയാണ് അഭിനയിക്കുന്ന ആലോചിച്ച് നോക്ക്. അതിൽ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെ ഞാൻ റൊമാൻറ്റിക് ആവും ഇങ്ങനെ നോക്കിയിട്ട് ഈ മീശ കാണുന്നു. എന്നിട്ട് കട്ട് പറയുമ്പോൾ ഞാൻ അപ്പുറത്ത് വരുന്ന ചിരി. സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യായിരുന്നില്ലായിരുന്നു. അതായത് എന്റെ സൈഡിൽ നിന്ന്. അതെന്താ വെച്ചാൽ ലാസ്റ്റ് ടൈമാണ് സണ്ണി സിനിമയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ കുറച്ച് മറച്ചനെ. ഞാൻ അതുമായി ബന്ധപ്പെട്ട് മറ്റേ തമാശ നോക്കാം. കറക്റ്റ് ഞങ്ങളുടെ വണ്ടി വന്നു കഴിഞ്ഞപ്പോ ഒരു മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. പെട്ടെന്ന് തീ ഇങ്ങനെ പാളി. പക്ഷെ തന്നെ നവാസത്തെ അഞ്ചത്ത് വെച്ചിട്ട് ദൈവമേ ഫ്രഞ്ച് വിപ്ലവം കണ്ട ചേച്ചിയാണോ അത്? വിനയ് അല്ല വേറെ ഇവൻ കുറെ കണ്ണി കണ്ട പടങ്ങൾ ഇവൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അവൻ അതൊന്നും പറയാതെ ഫ്രഞ്ച് വിപ്ലവം മാത്രം. ഇതാ മജുനും കൂടെ ആ സീനിയർ ആർട്ടിസ്റ്റും കൂടെ ഇറങ്ങി വന്നു. സാറ് ഒറ്റടിന്നെ സിനിമയിൽ ഇങ്ങനെയല്ലേ ഞാൻ കേട്ടത്. എടുത്തൂടെ പോകുന്നില്ല. അതിങ്ങനെ എടുത്തൂടെ പോകുന്നു. ഇതെന്താ സംഭവിച്ചു നോക്കും. മജുണ്ട് മൈക്കിൽ വിളിച്ചത് നവാസ കേറി അടിന്ന് നോക്കും. ഇന്റെ മീശ ഉണ്ട് പ്ലാവിന്റെ ഇലയിൽ ഇങ്ങനെ കിടക്കുക. മീശ തെറിച്ച് ഇതേമാതിരി തന്നെ ഈ കൊത്തൊക്കെ ഒഴിവാക്കി ഞാൻ ഒരു പടത്തിന് പോയി. ഞാൻ കിങ് ഓഫ് കൊത്ത വിളിച്ചപ്പോൾ ഞാൻ സാറേ ഞാൻ വേറെ പടത്തിലാണ്. ഈ പടത്തിന് പോയപ്പോൾ ഇതേമാതിരി ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തി. പിറ്റേന്ന് രാവിലെ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറ് ചോദിച്ചു ഡയറക്ടർ സാർ എല്ലാം എൻ്റെ ഡ്രസ്സൊക്കെ ഇടേ നമ്മളെ റൂമിലുണ്ട് അതൊക്കെ ഇടണ്ടേന്ന്. അപ്പൊ ഞാൻ പടച്ചോനെ വന്ന് വെട്ടിയാണ്. അവിടെ കോസ്റ്റ്യൂമൊന്നും ഇല്ല കൊണ്ടുപോകാൻ. ഇത്രയും വലിയ പടം ഒഴിവാക്കിയിട്ട് ഇവിടെ ഇങ്ങനൊരു സെറ്റിൽ ഇതേമാറ്റി ഒരു ഡയറക്ടർ വന്ന് കഥ വന്ന് ഞാൻ സാറേ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിറ്റേന്നുണ്ട് പോസ്റ്റർ ദിനോസറിന്റെ കുഞ്ഞുങ്ങൾ എന്നിട്ട് ഞാനും ദിനോസറും നിൽക്കുന്നത്. പെരുമാനി എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ഉള്ളത് മജു കെ.വി, സണ്ണി വെയിൻ, വിനയ് ഫോർട്ട്, ദീപ തോമസ് ആൻഡ് നവാസ് വള്ളിക്കുന്ന്. വെൽക്കം. താങ്ക് യു. 3 പടങ്ങളിലും കൂടെ ഉണ്ടായിരുന്ന ആളാണ് സണ്ണി ചേട്ടൻ. വീണ്ടും ആ കോംബോ ഒന്നിക്കുന്നു, കൂടെ ഇവരെയും ജോയിൻ ചെയ്യുന്നു. വിനയ് ചേട്ടൻ ഒരു കോംപ്ലിമെന്റ് ഒക്കെ മുമ്പത്തെ സമയത്ത് ആട്ടത്തിന്റെ സമയത്തൊക്കെ എല്ലായിടത്തും പറയുന്നുണ്ടായിരുന്നു മജുക്കാനെ പറ്റി. ഈ സിനിമ ഞാൻ പ്രൊമോട്ട് ചെയ്ത പോലെ ലോകത്ത് ഒരാളും പ്രൊമോട്ട് മജു പ്രൊമോട്ട് ചെയ്തിട്ടില്ല. അതെ, അത് ഡയലോഗ് കൊണ്ടും അല്ലാതെ ഈ ലുക്ക് പുറത്ത് വിട്ടിട്ടും. അതെ, ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, അത് നമ്മൾ കഷ്ടപ്പെട്ടു ലുക്ക് ഉണ്ടാക്കി. എന്നിട്ട് ഇങ്ങനെ അത് ഈ സിനിമക്ക് വേണ്ടി ഉപയോഗിച്ചില്ല, ബോസ് കൊണ്ട് ഉപയോഗിച്ചു. അതിനാ കൂടുതൽ പ്രൊമോഷൻ കിട്ടിയത്. ആ ലുക്ക് പുറത്ത് വേണ്ട മജു. അപ്പൊ തൽക്കാലം ഞാൻ വേണമെങ്കിൽ ക്ലീൻ ഷേവ് ചെയ്യാം. എന്റെ രണ്ടാമതൊരു പൊട്ടിച്ചാൽ മതി. അത് സമ്മതിക്കൂല. അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? അപ്പഴത്തന്നെ പ്രസ് മീറ്റിന് വിളിക്ക് പോകണമെങ്കിൽ ഈ 2 സൈഡ് വേറെ ഒട്ടിക്കായിരുന്നു. ഇപ്പൊ ലെങ്ത് കൂട്ടായിരുന്നു. അത് കുറച്ച് കൂടുതൽ വൃത്തികേടാവും. പെരുമാനി മജുക്ക എന്താണ് അപ്പന് ശേഷം മജു കെ.ബി സംവിധാനം ചെയ്യുന്ന പടം എന്ന് പറയുന്നതിന്റെ ഒരു ഫസ്റ്റ് എക്സ്പെക്ടേഷൻ? പിന്നെ ഇവരുടെയൊക്കെ ഈ ലുക്ക് ആണെങ്കിലും ഈ കാസ്റ്റ് ആണെങ്കിലും ഒക്കെയാണ്. അപ്പൊ പെരുമാനി എങ്ങനെയുള്ള ഒരു സിനിമയാണ്? അപ്പൻ ഒരു വീടിനെ കുറിച്ച് മാത്രം പറഞ്ഞിരുന്നെങ്കിൽ പെരുമാനി ഒരു ഗ്രാമത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതാണ് മേജറായിട്ടുള്ളൊരു. അതിലൊരു 4-5 കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്നെങ്കിൽ ഇതൊരു 70ഓളം കഥാപാത്രങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ അത്രയും വലിയൊരു വ്യത്യാസമാണ് ഇതിനകത്ത്. പിന്നെ അതിനകത്ത് ജോൺറെ വളരെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം പറയുന്നു. ഡാർക്ക് ഹ്യൂമറിൻ്റെ ബേസിൽ പറയുന്നു. ഇത് വളരെ പ്ലസൻ്റ് ആയിട്ട് വളരെ ഹ്യൂമറായിട്ടുള്ള ഒരു കാര്യം വളരെ സിനിമാറ്റിക് ലെവലിൽ തിയേറ്ററിലൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പറയാൻ ശ്രമിച്ചേക്കുന്നു. അത് തന്നെയാണ് ഇതിൻ്റെ വ്യത്യാസം. ക്യാരക്ടറുകൾ വരുമ്പോ 3-ാം തവണയാണല്ലോ കൂടെ വർക്ക് ചെയ്യണേ. അപ്പൊ കുറച്ചുകൂടെ സൗഹൃദമുണ്ട് ഓഫ് കോഴ്സ്. അപ്പൊ അതിന്റെ ഒരു കംഫർട്ട് പ്രാവശ്യം ഉണ്ടായിരുന്നു. കാരണം ന്യൂഞ്ഞെന്ന് പറയുന്ന അയാളുടെ ഒരു ഇമോഷൻസ് ഒക്കെ ഭയങ്കര ഡീപ്പാണ്. അപ്പൊ ഇവിടെ എത്തുമ്പോ എങ്ങനെയാ ക്യാരക്ടർ? കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണോ? സിനിമ കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടെ ഒന്ന് വൃത്തിയായിട്ട് ചെയ്യായിരുന്നില്ലായിരുന്നു. അതായത് എന്റെ സൈഡിൽ നിന്ന്. അതെന്താ വെച്ചാൽ ലാസ്റ്റ് ടൈമാണ് സണ്ണി സിനിമയിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ കുറച്ച് മറച്ചനെ. അതല്ല, അങ്ങനെയല്ല. ഒരു ഷൂട്ടിന് ഒരു 15 ദിവസം മുമ്പൊക്കെയാണ് സണ്ണിന് അധികം ഇന്നാവുന്നത്. അപ്പൊ അതിനകത്തൊരു ലാസ്റ്റ് ടൈം വന്ന് ഫസ്റ്റ് ഡേ മുതൽ സണ്ണി ഉണ്ട് താനും. അപ്പൊ അതുകൊണ്ട് സണ്ണിക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പക്ഷെ
ഈ സണ്ണിയുടെ അത് ഒരു ആക്ടറും ഒരിക്കലും തൃപ്തിയാവില്ലല്ലോ അല്ലേ വിനയ്? തൃപ്തി വരില്ലല്ലോ. അതാണ്. തൃപ്തി വന്നു കഴിഞ്ഞാൽ സംവിധായകന് തൃപ്തി ഉണ്ടാവില്ല, അതാണ് കോമഡി. നല്ലൊരു ഷോട്ട് കൊടുത്തിട്ട് തിരികെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫിലിം മേക്കേഴ്സ് ഒക്കെ പറയില്ലേ അടിപൊളിയായിരുന്നു പറയില്ലേ. ഒരു തവണ കൂടി കേൾക്കാൻ എന്നിലെ നടന് പറ്റിയില്ല എന്നുള്ളതാണ്. ചിലപ്പോ ഇങ്ങനെ മജുവിന്റെ വേ ഓഫ് അപ്രീസിയേഷൻ വേറെ തരത്തിലൊക്കെയാണ്. എങ്ങനെയാ? മജു ഒന്നാമത് അടുത്ത സുഹൃത്താണല്ലോ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് പുള്ളി എന്തെങ്കിലുമൊക്കെ പറയും, വായി തോന്നാനൊക്കെ വിളിച്ചു പറയും. അതാണ് അപ്രീസിയേഷൻ. രണ്ടാളും ദീപ ആൻഡ് നവാസ്ക എങ്ങനെയായിരുന്നു പ്രാവശ്യം മജുക്കാരോടുള്ള വർക്കിംഗ്, അതുപോലെ പെരുമാനി, നിങ്ങളുടെ ഒരു പെരുമാനി? പറയണല്ലേ, മജുവിന് ഫസ്റ്റ് പടത്തിൽ ഞാൻ ഉണ്ടായിരുന്നു ഫ്രണ്ട്ഷിപ്പിലത്തില്, പണ്ട് മുതലേ അറിയാം. അപ്പൊ മറ്റേ തമാശ ഒരു തമാശ തമാശയാണോ സത്യം? ശ്രീനിവാസൻ സാറും തമാശ മജുവിനെ കളിയാക്കണല്ലോ കേട്ടോ. പല റിസീവ് ചെയ്യപ്പെടുന്നത്, പല തരത്തിലാണ് റിസീവ് ചെയ്യപ്പെടുന്നത്. ഒരു സിനിമ നല്ലതായിട്ട് തിയേറ്ററിൽ ഓടണമെന്നില്ല. എനിക്ക് എന്തോ ഭാഗ്യം കൊണ്ടിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണാനും പറ്റിയിട്ടില്ല. അപ്പൊ ഞാനും നവാസും കൂടെ തമാശയുടെ ഷൂട്ടിങ്ങില് ഒരുമിച്ച് പോയിക്കൊണ്ടിരിക്കും, ഒരുമിച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഇല്ല ഇത് മനഃപൂർവ്വമല്ലാട്ടോ, തമാശക്ക് വേണ്ടി മാത്രമേ ഉള്ളതാണ്. സീരിയസ് ആയിട്ട് എടുക്കരുത്. നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇന്നോവ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ തൊട്ട് മുകളിലൊരു വീടുണ്ട്. അപ്പൊ അവിടെ ഒരു ചേച്ചി ചവറിങ്ങനെ കൂട്ടിയിട്ടുണ്ട്. കറക്റ്റ് ഞങ്ങളുടെ വണ്ടി വന്നു കഴിഞ്ഞപ്പോ ഒരു മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തി. പെട്ടെന്ന് തീ ഇങ്ങനെ പാളി. അപ്പൊ തന്നെ തജ്ജത്ത് കഴിച്ചിട്ട് ദൈവമേ ഫ്രഞ്ച് വിപ്ലവം കണ്ട ചേച്ചിയാണോ അത്? വിനയ് അടുത്ത പടത്തിൽ തമാശയായിട്ട് പറഞ്ഞാണ്. നമ്മളെ വണ്ടി കത്തിക്കാൻ വന്ന് നിങ്ങൾ നോട്ട് ചെയ്തല്ലോ, കാസ്റ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കണമായിരുന്നു. ഡ്രസ്സും വാങ്ങിച്ചു കൊടുത്തു, ഇവനെ കൂടെ നടത്തി. ഇത് സിനിമേനെ കളിയാക്കുന്ന അല്ലല്ല, അത് കറക്റ്റ് തമാശ തമാശ പറഞ്ഞത്. അല്ല വേറെ ഇവൻ കുറെ കണ്ണി കണ്ട പടങ്ങൾ ഇവൻ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവൻ അതൊന്നും പറയാതെ ഫ്രഞ്ച് വിപ്ലവം മാത്രം. ഇതാ മജുവിന് കൂടായി. ആ സമയത്ത് തിയേറ്ററിൽ ഉണ്ടായിരുന്ന സിനിമ ഫ്രഞ്ച് വിപ്ലവം, അതെ അതെ. അല്ലാണ്ട് നിങ്ങളെ തമാശയുടെ സമയത്തോ? തമാശ ടൈമിൽ തമാശ ഷൂട്ട് നടന്നു നിൽക്കുമ്പോഴാണ് ഈ സംഭവം കുറച്ച് കൺവിൻസ്ഡ് ആയി. അല്ല ഇത് പൂർണ്ണമായിട്ടും നിങ്ങളെ സിനിമനെ കളിയാക്കിയല്ല. എനിക്കല്ല പ്രശ്നം, നായകനെയാണ് ഇൻസൾട്ട് ചെയ്തത് ഫ്രഞ്ച് വിപ്ലവം. ഇത് പോരി കൊടുക്കേണ്ടി വരുമോ? ഞാനൊന്നും വിശ്വസിക്കുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം കിട്ടുന്ന സിനിമയാണുള്ളത്. അതെ, അല്ല അത് പലർക്കും കാണാൻ പറ്റാത്ത അവരുടെ ഭാഗ്യമില്ലായ്മയായിട്ട് ഞാൻ കാണുന്നു. അല്ല അത് വേറൊരു ടൈപ്പ്. അല്ലല്ല, ബേസിക്കലി എനിക്കും ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ തന്നെയാണ്. അത് ഒരിക്കലും അത് വീണ്ടും ഒന്ന് റിലീസ് ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുള്ള സിനിമ. ദീപ എന്താണ് ക്യാരക്ടർ? കാരണം സുലൈഖ മൻസിൽ നമ്മൾ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു മുസ്ലിം ഗേൾ ആയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ വരുമ്പം ഈ ഒരു ലുക്കാണ്. എങ്ങനെയാണ് ക്യാരക്ടർ? ആരും പറഞ്ഞില്ല ക്യാരക്ടറിനെ പറ്റി. ക്യാരക്ടറിന്റെ പേര് ഫാത്തിമ എന്നാണ്. എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹമായിരുന്നു ഒരു നാടൻ ക്യാരക്ടർ ചെയ്യണം എന്നുള്ളത്. അപ്പം ഷംസുക്കയാണ് എന്നെ ഈ പടത്തിലേക്ക് ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പം മജുക്കൻ്റെ പടമാണെന്ന് കേട്ടപ്പം അപ്പൻ എന്ന് പറഞ്ഞ സിനിമ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു സിനിമയാണ്. അല്ലാതെ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ സെറ്റിൽ മൊത്തം എന്നെ പറഞ്ഞ് നാറ്റിക്കുന്നുണ്ട്. ഞാൻ അതിന് ശേഷമാണ് കാണുന്നത്. പക്ഷെ അല്ല, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. അപ്പോൾ അപ്പൻ എന്ന് പറഞ്ഞ സിനിമ കുറച്ചുകൂടി ഡാർക്ക് മൂവിയാണല്ലോ. അപ്പൊ ഞാൻ കരുതി ഇത് കുറച്ച് പെർഫോമൻസ് ഒക്കെ അതിലെല്ലാരും അഭിനയിച്ച് തകർക്കുകയാണല്ലോ. അപ്പൊ ഞാൻ കരുതി എന്റെ ദേവി ഇതിലവിടെ കാസ്റ്റ് ചെയ്യുന്നൊക്കെ പേടി ഉണ്ടായിരുന്നു. പക്ഷെ സ്ക്രിപ്റ്റ് കേട്ടപ്പം എൻറ്റയർലി ഡിഫറെന്റ് ജോണറാണ്. എനിക്ക് ഇത് ടെൻഷൻ അടിക്കേണ്ട ഒരു ക്യാരക്ടർ അല്ല, എന്നാൽ എനിക്ക് വളരെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ണി സൈഡുള്ള ഒരു നല്ലൊരു ജെന്യുവൻ ആയിട്ടുള്ള നല്ലൊരു ക്യാരക്ടർ കിട്ടി. നിങ്ങൾ ആരും ക്യാരക്ടറിന്റെ പേര് പറഞ്ഞില്ല. എന്റെ ക്യാരക്ടറിന്റെ പേര് മുജീബ്. നവാസിന്റെ ക്യാരക്ടറിന്റെ പേര് അറിഞ്ഞൂടാ. ക്യാരക്ടറിന്റെ പേര് വെച്ചപ്പോ മുക്രി എന്ന് പറഞ്ഞു. മുക്രീന്നാണ് എല്ലാരും വിളിക്കുന്നത്, വേറെ പേര് സാറ് പറഞ്ഞില്ല. ഞാനാണെങ്കിൽ ചോദിച്ചത് മജുവിനോട് എന്താ റിയൽ നെയിം എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഞാൻ ചോദിച്ചു, എന്റെ കഥാപാത്രത്തിന് നാസർ എന്നാണ്. ഞാൻ നവാസിന്റെ കാര്യം പറഞ്ഞു. നവാസിനോട് പേര് വെച്ചപ്പോ മുക്രി. ഞാൻ ചോദിച്ചതാ. അപ്പൊ സാറ് പറഞ്ഞു തൽക്കാലം അത്ര മനസ്സിലാക്കിയാൽ മതി. ഒരുപാട് നേരത്തെ പറഞ്ഞോളൂ, ഇത് കുറെ ആൾക്കാർ കാണാനാണ് സാറേന്ന് വിളിക്കണ്ടോ, ഇപ്പം പറഞ്ഞു സാറേന്ന് വിളിക്കണ്ട. ദീപയുടെ വേറൊരു പരിപാടി ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ ഒരുമിച്ച് മോഹൻ കുമാർ ഫാൻസ് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചാണ്. അപ്പൊ ദീപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്
ദീപ നല്ല ആക്ടറാണ്. എനിക്ക് മോഹൻകുമാർ ഫാൻസിൽ വർക്ക് ചെയ്തപ്പോൾ ഞാൻ ദീപനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു നമ്മൾ കൂടെ അഭിനയിക്കുന്ന നമുക്ക് ഭയങ്കര ഗുഡ് ഫീൽ ചെയ്യുന്ന പോലത്തെ ഒരു ആക്ടറാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ എനിക്ക് മോഹൻകുമാർ വർക്ക് ചെയ്ത് ഞാൻ വേറെ 1-2 സിനിമകളിൽ ദീപയുടെ പേര് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അപ്പന്റെ പെർഫോമൻസ് കൊണ്ട് പേടിക്കുന്ന ആളെന്നുള്ളതാണ്. എനിക്ക് നല്ലൊരു റോള് ഇപ്പൊ അതേപോലത്തെ സിനിമ കിട്ടിക്കഴിഞ്ഞാൽ ദീപക്ക് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. വിനയൊക്കെയാണെങ്കിൽ ഓക്കെ, എന്ത് ചെയ്യാൻ പേടിക്കും. ഞാൻ പേടിക്കണോ? ഞാൻ അങ്ങനെ ഒരു വേറൊരു ഒരു 8 തവണ മോണോലോഗ് ചെയ്യിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് സംവിധായകന്റെ ക്രൂരതയായിരുന്നോ അതോ ആർട്ടിസ്റ്റ് തമാശയാണ് പറഞ്ഞത്? ഭയങ്കര എൻറ്റയർ പെരുമാനിയുടെ ഏറ്റവും വലിയ ഹാപ്പിനെസ് എന്താണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ആ ദിവസം അതിനുശേഷം ഈ പറയുന്ന പോലെ ഞാൻ കുറച്ചും കൂടി ഒരു 0.1% ബെറ്റർ ആക്ടർ ആയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. എന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഫിലിം മേക്കർ നമ്മളോട് 8 തരത്തിൽ ഒരു മോണോലോഗ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്താനും അല്ലെങ്കിൽ ഒരു ഫിലിം മേക്കറിന് 8 ചോയ്സ് കൊടുക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു ഭയങ്കര സന്തോഷം തരുന്ന കാര്യമാണ്. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. 8 15 ആണെങ്കിൽ ഞാൻ ചെയ്തതാണ്. ഇത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ക്രൂവിന്റെ കൂടെ കേട്ടോ. ഇപ്പം നമ്മളിരുന്ന് അങ്ങോട്ടും കൂടെ തമാശ പറയുന്നതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പരസ്പരം ജഡ്ജ് ചെയ്യാത്ത വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ഇനി നവാസിനോട് എന്തും പറയാം, നവാസിന് എന്നോട് എന്തും പറയാം, മജുവിനോടും സണ്ണിനോടൊക്കെ നമുക്ക് പറയാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ടിട്ടാണ്. അപ്പോ അത്ര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പൊ 8 15 ഞാൻ ചെയ്തേനെ. കാര്യം ഞാൻ ഓരോ തവണ ചെയ്യുമ്പോഴും എനിക്കൊരു ഐശോ ആ സാധനം വരുന്നില്ല, ഒന്നുകൂടെ ചെയ്യാം. ഞങ്ങള് ഈ മോണോലോഗിന്റെ എങ്ങനെ ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് മജു ഞാനും കൂടെ. മജു പറയും ഇതല്ലാണ്ട് നമുക്ക് എങ്ങനെ ഒരു പരിപാടി പിടിക്കാൻ പറ്റും. പക്ഷെ ഓരോ ടേക്കും ഓക്കെ ആയിരുന്നു. ഒരു ടേക്ക് ഓക്കെ അല്ലാഞ്ഞിട്ട് രണ്ടാമത് പോയതല്ല. അതൊരു ഭയങ്കര ക്രൂഷ്യൽ ടൈമാണ്. അത് ക്ലൈമാക്സിൽ വരുന്ന ഒരു ലെങ്തി പരിപാടി. ഇത് തന്നെ അപ്പനിൽ ഇവരെ കൊണ്ട് ജയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്ത് നമുക്ക് ആദ്യത്തെ ടേക്കിന് ഓക്കെ വയ്ക്കാം. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമുക്ക് എഡിറ്റിങ്ങിന് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വേറൊരു പരിപാടിയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ തോന്നിയൊരു ആ സമയത്ത് പിന്നെ ഒരു അപ്പൊ അതുകൊണ്ട് പിന്നെ വിനയാണെങ്കിലും ഭയങ്കര താല്പര്യപൂർവ്വമാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യിച്ചു. ഇപ്പൊ സണ്ണിയുടെ ഒരു വലിയ ലെങ്തി ഡയലോഗ് അപ്പനിലുണ്ട്, ആ കള്ളു പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. അതിങ്ങനെ തന്നെയായിരുന്നു. ആദ്യത്തെ ടേക്കിൽ ഓക്കെ ആയതാണ്. ഇങ്ങനെ ആയത് എനിക്കറിയില്ല ഇപ്പോഴും. അതൊരു വലിയ ഡയലോഗാണ് സണ്ണി. ഇത് കാണാതെ പഠിച്ച് ചെയ്തത് എനിക്കറിയില്ല. ലോകത്ത് ഏതെങ്കിലും സംവിധാനം പറഞ്ഞിട്ടുണ്ടാവും? അല്ലല്ല, എനിക്ക് കണ്ടൊക്കെ നിറഞ്ഞു അന്ന് അവിടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കേ. പക്ഷെ ഞാൻ അതുകൊണ്ട് അല്ലല്ല അത് ഞാൻ അത് സംബന്ധിച്ചില്ല, വീണ്ടും വീണ്ടും ചെയ്യിച്ചു കുറെ. സണ്ണിച്ചേട്ടൻ ന്യൂഞ്ഞ് വളരെയധികം ഇമോഷണലി ഇന്നാക്കി അങ്ങറ്റമാക്കിയിട്ടാണോ ചെയ്യിച്ചത്? നമുക്കത് വായിക്കുമ്പോൾ തന്നെ, എൻ്റെ സ്ക്രീൻ പ്ലേ വായിച്ചപ്പോൾ തന്നെ അത് നമുക്ക് ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ സ്ക്രീൻ പ്ലേ തന്നെ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പം അതിൻ്റെ എന്താ പറയുക, ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇമോഷണലി ബ്രോക്കായിരുന്നു. ഐ മീൻ ഇമോഷണൽ സീക്വൻസിലൂടെയൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മൾ ബ്രോക്കാവുന്ന സീക്വൻസുകളിലൊക്കെ ഭയങ്കരമായിട്ട് നമ്മളറിയാതെ തന്നെ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇപ്പം വിനയ് ചെയ്ത 2-3 പിന്നെ രീതിയിൽ ചെയ്തു എന്ന് പറഞ്ഞില്ല. എനിക്ക് അങ്ങനെയൊന്നും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. നവാസ്ക ഈ എന്റെ പെരുമാനിത്തങ്ങളെ എന്നുള്ളൊരു സാധനം കേൾക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നവാസ്കാന്റെ സ്ലാങ് നമ്മളെയൊക്കെ സ്ലാങ് ആണോ ഉള്ളത്? മജുനോട് പറഞ്ഞത് എല്ലാവർക്കും അതെ ഒറ്റപ്പാല സ്ലാങ് പിടിക്കാൻ നമ്മളേത് പിടിക്കല്ലോ. ബൈക്ക് കുടിച്ചു എല്ലാരെ കൊണ്ടും അത് തന്നെയാണോ പറയിപ്പിച്ചത്? അങ്ങനെയൊന്നുമില്ല. ഇവിടെ നമ്മൾ ഒരു സ്ഥലമൊന്നും പറയാത്തോണ്ട് ആർക്കും എന്തും പറയാം എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇവരൊക്കെ അതിന് ഫോളോ ചെയ്തു. ഒരു മലബാർ മെജോറിറ്റി ആക്ടേഴ്സും മലബാറിലാണ്. അപ്പൊ അതിനൊരു ഓൾറെഡി ഒരു ഫ്ലേവർ ഉണ്ട്. ഓൾറെഡി അതിനൊരു ഫ്ലേവർ ഉണ്ട്. ഞങ്ങളല്ലാത്ത ഞാൻ പറഞ്ഞില്ല, ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്. അവര് കൂടുതൽ അതിൽ മെജോറിറ്റി കാസ്റ്റിംഗ് നടത്തി. വിജിലേഷ്, പിന്നെ ഒരു മണവാളൻ, അങ്ങനെ ഒരു മെജോറിറ്റി ആളുകൾ ആ ഭാഗത്ത് നിന്നാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതാണ് കുറച്ചും കൂടി. ഷംസുവിന്റെ പേര് പറയാം. ഷംസു എന്ന് പറഞ്ഞൊരു മച്ചാനുണ്ട്. ഷംസു ആണ് പറയുന്ന സിനിമയുടെ മറ്റേ ഏറ്റവും ബേസിക് ലെവലും മുതൽ ഈ ടൈം വരെ കൂടെ നിൽക്കുന്ന ഒരാള് മജുവിന്റെ കൂടെ. പക്ഷെ മജുവിന്റെ ഒരു ക്രൂരമായിട്ടുള്ള ഒരു വിനോദം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ കളിയാക്കും. എനിക്ക് ഷംസുവിനോട് നന്ദിയുണ്ട്. കാര്യം പല നല്ല പ്രൊജക്ട്, ചിലപ്പോ ആ പ്രൊജക്ട് നടന്നു എന്നൊന്നും ഇരിക്കില്ല. പക്ഷെ ഷംസു നമ്മളെ വിളിക്കുമ്പോ ഒരു നല്ലൊരു പരിപാടിക്കായിരിക്കും ഷംസു വിളിക്കുന്നത്. ഷംസു അങ്ങനെ ഒരു മോശം പരിപാടിക്ക് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല.
അപ്പൊ എനിക്ക് മജു അയാളെ ക്രൂരമായിട്ട് ഉള്ള പുള്ളിയുടെ ട്രോൾ എനിക്ക് അത്ര വർക്കാറില്ല. ഷംസൂനെ പറഞ്ഞ ഇടപെടും. ഇങ്ങേരു ഒരു ഭയങ്കര മാന്യനാണ്. ഈ മീറ്റിംഗില് ഷംസു ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അടിച്ചേനെ. കാരണം 10 ഇരട്ടിയാണ് ഇങ്ങേര് പറയണേ. ഇവര് ശരിക്കും ടോം ആൻഡ് ജെറി പരിപാടിയാണ്. അതായത് പ്രത്യക്ഷത്തില് മജു ഷംസൂനെ കളിയാക്കും, അങ്ങനെയൊക്കെ ചെയ്യും. ഷംസു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണോ, എന്താണ് ഇതിന്റെ ഈ പടത്തിന്റെ? പ്രൊജക്ട് ഡിസൈനറാണ്. എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ശ്യാംധറും സഞ്ജീവ്. അപ്പൊ പ്രൊജക്ട് ഡിസൈനറാണ്, സംവിധായകനും. ദ മജു മൂവീസ്. ഓക്കെ. അപ്പോ ഈ ഷംസു എന്ന് പറയുന്നത് നല്ല അടിപൊളി മച്ചാനാണ്. ഇവര് ഞങ്ങളുടെയൊക്കെ മുമ്പിലില്ലേ, ഇവര് ടോം ആൻഡ് ജെറി കളിക്കും. ഷംസു നീ അതില്ല, നീ ഇതില്ല എന്ന് പറഞ്ഞാൽ ഷംസു മജുവിനെ പറയും. ഒരു ടീസർ വരുമ്പോ ട്രailerലില്ലേ, ട്രailerൽ ഞാൻ മജുവിനെ വിളിച്ച് പറഞ്ഞു, ട്രailerൽ നായകന്മാര് നവാസും ഷംസുവാണെന്ന് തോന്നുന്നു. കാര്യം ആ ട്രailer മുഴുവൻ ഇവർ രണ്ടുപേരുമാണ്. അതായത് ഉള്ളിന്റെ ഉള്ളിൽ ഇവര് ഭയങ്കര സ്നേഹമുള്ള 2 സുഹൃത്തുക്കളാണ്. പക്ഷെ ഇങ്ങനെ കളിയാക്കും അങ്ങോട്ടും എത്തിയത് നവാസ് ഖാന്റെ അടുത്തേക്കാണ് അവസാനം കിട്ടിയത്. നവാസിന്റെ നിറച്ചുണ്ട്. അതില് മെയിനല്ലേ മീനല്ലാത്ത ഒരാളെ ഞാൻ മാത്രമേ ഉള്ളൂ. ഈ ലുക്ക് പറഞ്ഞപ്പോ വിനയേട്ടന് എന്താ തോന്നി? കാരണം ആ സമയത്ത് നമുക്ക് വേറെ പടം ചെയ്യാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ഒരു ഇത് വരുമ്പോ. അതും കൂടെ മനസ്സിൽ കണ്ടാണ് ഇയാൾ എനിക്ക് ആ ലുക്ക് തന്നത്. അതായത് നമ്മൾ ഇനി ആ സിനിമ കഴിയുന്നവരെ വേറെ ഒരിടത്തേക്കും പോകരുതെന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ലോക്ക് ചെയ്തത്. അപ്പൊ ഞാൻ ഇങ്ങനെ ലാലു കൂട്ടാലിടാന്ന് പറഞ്ഞ ഒരാളാണ് മേക്കപ്പ് മിടുക്കൻ ആളുടെ ആളെ കുറിച്ച് ഇവരാരും ഒന്നും പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഇന്റർവ്യൂ. എന്നിട്ട് ഇയാൾ പറയണേന്നറിയോ, ഇയാൾക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് ഭയങ്കര സ്നേഹം കാണിക്കണാണ്. എന്നിട്ട് ലാലുവിനോട് പറയാണേ മീശത് ഇത്രയെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഇത്ര ഓക്കെ ഞാൻ പറയട്ടെ ലാലുവിനോട്. പക്ഷെ പുള്ളി പറഞ്ഞില്ല. പുള്ളി പറഞ്ഞ ഇത് 2 കാര്യമുണ്ട് ഇങ്ങനെ. ഒന്ന് എന്റെ മനസ്സിലെ ക്യാരക്ടർ, പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എപ്പോഴും ആക്ടേഴ്സിനെ ചലഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ ഒരാൾ തന്നു, വളരെ വെൽ റിട്ടേൺ ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റില്. പിന്നെ നമ്മൾ അയാളെ ചൊറിയുന്നത് മോശമല്ലേ. അപ്പൊ ഞാൻ മജു പറയുന്നത് കേൾക്കാൻ തയ്യാറാണ്. മജു പറഞ്ഞ 2 കാര്യമുണ്ട്. ഒന്ന് ക്യാരക്ടറിന്റെ ലുക്കിന് വേണ്ടിയിട്ട് അതും സ്പെഷ്യലാണ്. കാര്യം പെരുമാനിയിൽ എനിക്ക് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു മീശ അല്ലേ. ബാക്കിയുള്ളവരൊക്കെ പെരുമാനി മീശ തന്നെ മീശയും താടിയൊക്കെയാണ്. രണ്ടുപേരും അത് കൂടാണ്ട് സിനിമ കഴിയുന്നവരെ വേറെ സിനിമയിൽ അഭിനയിക്കണം, നമ്മൾ ക്യാരക്ടറായിട്ട് തന്നെ നിൽക്കണം. അതിന് വേണ്ടിയിട്ടുള്ളൊരു പട്ടിലോക്കായിരുന്നു അത്. ഞാൻ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ല ഞാൻ നേരത്തെ അറിയാതെ തുടക്കം ഇട്ട് പോയതാ. ഈ ലുക്കും മീശയും അതെ അധികം മുടി വെട്ടാതിരിക്കുക. ആ ഇടിയായിരുന്നു അവിടെ. ആകെ 15 ദിവസമായിരുന്നു ഡേറ്റ് സ്കെഡ്യൂൾ ചെയ്തത്. അപ്പൊ ഭയങ്കര ലോങ് ഹെയർ ഒക്കെ ആയിരുന്നു. അത്യാവശ്യം നല്ല സുന്ദരനായിരുന്നു. ഞാൻ വെട്ടാൻ പറഞ്ഞ വെട്ടൂല, നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് പരത്തിരാന്നൊക്കെ പറഞ്ഞു. മല്ലികാർജുന് വേണ്ടി ചെയ്തതോ? അത് 1 വർഷം മുന്നേ. അപ്പൊ എന്തോ ഒരു ലോക്കില് വീണേക്കായിരുന്നു. അപ്പൊ അതുകൊണ്ട് മുടി വെട്ടാൻ മനസ്സ് സമ്മതിക്കണ്ടായിരുന്നില്ല. എന്നിട്ട് ഇതിന്റെ രസം എന്താന്ന് വെച്ചാല് ഇങ്ങനെ മുടി എന്ത് ചെയ്താ വെട്ടൂല. ഓൾറെഡി പോയി. അവസാനം പിടിച്ചിരുത്തി വെട്ടി. എന്നാലും പറഞ്ഞത്രയും വെട്ടിയില്ല. ആ റീസൺ ഈ റീസൺ ആ പടം ഈ പടം എന്നൊക്കെ പറഞ്ഞ് ചെയ്തു. അങ്ങനെ അവസാനം ചെറിയൊരു കിളിയാണ് അവസാനം ഞങ്ങൾ പിടിച്ച് പിന്നെ ഒരു തൊപ്പി വെച്ച് കൊടുത്തു. തൊപ്പി കുഴപ്പമില്ല. അപ്പൊ പിന്നെ അറിയില്ല. പിന്നെ മീശയൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ടേ ഷൂട്ട് തീർന്ന ലാസ്റ്റ് ദിവസം ഞാൻ നോക്കും ഒരു പാറ മുകളിലാണ് ഞങ്ങൾ ഷൂട്ട് ചെയ്തേക്കണ. ആ പാറയുടെ മുകളിലിരുന്ന് മുടി ഷേവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ ലാൽജി മുടി വടിച്ചോണ്ടിരിക്കുന്നു. അതായത് ഒരു തുമ്പ് വെട്ടാതിരുന്ന ആള് പാക്കപ്പിന്റെ അന്ന് മുടി ഷേവ് ചെയ്തു. ഞാൻ ആ പാറമടയിൽ എല്ലാം കൂടെ എടുത്ത് ചാടറോ. എന്ത് രസമായിട്ട് ഉപയോഗിക്കായിരുന്നു. അത് പക്ഷെ അതെന്തായിരുന്നു വെച്ചാല് വേല എന്ന് പറഞ്ഞ സിനിമ ഞാൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് ഈ ഫോർഹെഡ് നന്നായിട്ട് ഷേവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പിന്നെ എപ്പോഴും അതിന്റെ സ്റ്റബിൾസ് എപ്പോഴും ഉണ്ടാവും. അപ്പൊ വേറെ സിനിമ ചെയ്യുമ്പോഴും ഇപ്പം ബാക്കി റെസ്റ്റ് ഓഫ് ദ ഹെയറിന്റെ ലെങ്തുമായിട്ട് എപ്പോഴും ഷേവ് ചെയ്യായിരുന്നു. ഈ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഫ്രണ്ട് ലെങ്ത്തും ഷേവ് ചെയ്യായിരുന്നു. പിന്നെ ഈ പടം കഴിഞ്ഞപ്പോൾ വിചാരിച്ചു ഇനി എല്ലാ മുടിയും കൂടെ ഒരുമിച്ച് വളർന്നോട്ടെ. നേരത്തെ പറഞ്ഞിരുന്നെങ്കിലോ മജുവിന്റെ അടുത്ത പടത്തിൽ നമുക്ക് ആ ലുക്കിൽ വരാം. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരു മൾട്ടി സ്റ്റാർ മൂവിയിൽ ചെയ്യാന്നുള്ളതിൽ ഇപ്പൊ മൾട്ടി സ്റ്റാർ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് ആണെങ്കിൽ വേലയൊക്കെ ആണെങ്കിലും കണ്ണൂർ സ്ക്വാഡില്
അങ്ങനെ ഒരു റോള് വരുന്നത്, കാസർഗോൾഡ് ആണെങ്കിലും ആട്ടം ഒബ്വിയസ്ലി ആണ്. സോമന്റെ കൃതമൊക്കെ പിന്നെ ഒരു ഹീറോ സെൻട്രിക്. അപ്പൊ ഈ മൾട്ടി സ്റ്റാർ മൂവീസ് ചെയ്യുമ്പോൾ അതിലൊരു സൗകര്യം അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്തായിരിക്കും? ഒന്നും ഞാൻ അങ്ങനെ നോക്കാറില്ല. ഒരു നല്ല സ്ക്രിപ്റ്റ് ആയിരിക്കുക, നല്ല സംവിധായകനായിരിക്കുക, നമ്മളെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്യാരക്ടർ ആയിരിക്കുക. ഞാൻ നായകൻ ഇപ്പം നിങ്ങൾ പറയുന്ന സോക്കോൾഡ് ഹീറോ എന്ന് പറയുന്ന ഒരു പരിപാടി ചെയ്യുമ്പോൾ ഞാൻ ആലോചിക്കുന്നത് ആ കഥാപാത്രത്തെ കുറിച്ചാണ്. അയാളുടെ മാനസികാവസ്ഥ, അയാൾ എങ്ങനെയായിരിക്കും ഇരിക്കുന്നത്, എങ്ങനെയായിരിക്കും നടക്കുന്നത്, ഓരോ സീനിൽ അയാൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്നത്, അയാളുടെ ഒരു മനസ്സിന്റെ അവസ്ഥ, അത് അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഞാനൊരു 10 സീനുള്ള റോള് ചെയ്യുമ്പോഴും 5 സീനുള്ള റോള് ചെയ്യുമ്പോഴും ഞാൻ ആ ക്യാരക്ടറിനെ കുറിച്ചാണ്. ഇപ്പം ഞാൻ ഭയങ്കര എക്സ്ട്രീംലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ ശരികൾ കാണും. ഞാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യുമ്പോഴും ഞാൻ എൻ്റെ നെഗറ്റീവ്സ് മാർക്ക് ചെയ്യും. അപ്പം ഞാൻ മൾട്ടി സ്റ്റാറോ അല്ലെങ്കിൽ ഹീറോയോ വില്ലനോ ക്യാരക്ടറോ അങ്ങനെ തന്നെ ബാധിക്കാറില്ല. ഞാൻ എന്ത് ക്യാരക്ടറാണ് പ്ലേ ചെയ്യുന്നത് അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കാറ്. സണ്ണി ചേട്ടനോ? സെയിം ആൻസർ. എളുപ്പം പണി കഴിഞ്ഞു. Same answer. Same answer. നീ എന്നാലും ഫ്രഞ്ച് വിപ്ലവത്തിനെ കുറ്റം പറഞ്ഞു. ഞാൻ അതിൽ നിന്ന് ഇതൊരു പ്രശ്നമാകരുത്. ഞാൻ ഒരു തമാശക്ക് പറഞ്ഞാണ്. നമസ്കാരം, രക്ഷിച്ചു തരാം. ഫ്രഞ്ചിപ്പത്തിന്റെ ഒരു ഒറ്റ കഥ പറഞ്ഞോട്ടെ, കുറച്ച് സമയം എടുക്കൂ, കട്ട് ചെയ്ത് ഒഴിവാക്കിയാ നിങ്ങൾ. ഫ്രഞ്ചിപ്പത്തിന്റെ ഫുൾ സിംഗിൾ ഷോട്ടാണ്. അതായത് നമ്മൾ കുറേ ദൂരത്ത് നിന്ന് സൈക്കിളിൽ നിന്ന് വരിക, ഞാനും സണ്ണിബൈൻ ഇതൊക്കെ. ഇപ്പോൾ ഒരു കള്ള് ഷാപ്പ് എത്തുമ്പം അവിടെ നിർത്തിയിട്ട് അവിടുന്ന് സീനിയർ ആർട്ടിസ്റ്റ്, അതെ സീനിയർ ആർട്ടിസ്റ്റും കൂടെ ഇറങ്ങി വരും. അപ്പോൾ സീനിയർ കൂടെ ഞാൻ ഡാന്നാണ് സൈക്കിൾ ആയിട്ട് കണ്ട് സാറ് തല്ലാൻ പോകണം ആ സീനിയർ ആർട്ടിസ്റ്റ്. അപ്പോൾ അവിടുന്ന് അടിപിടി, ഇതാണ് സീന് പറഞ്ഞത്. അത് കുറേ ദൂരത്ത് നമ്മൾ സൈക്കിൾ ചൂട്ടി വരുന്നത്. ഞാൻ സണ്ണി ലുക്മാനി സൈക്കിളായിട്ട് ദൂരെ വന്ന് കള്ള് ഷാപ്പിൻ്റെ അടുത്ത് എത്തി. ഞാൻ സൈക്കിൾ ഇട്ട് കണ്ട് ആ സീനിയർ ആർട്ടിസ്റ്റും കൂടെ ഇറങ്ങി വന്ന് ഡാന്നാണ് അടിക്കുന്നത്. സാറ് ഒരൊറ്റ അടി തന്നെ സീനിയർ ആർട്ടിസ്റ്റ് അടിച്ചിട്ട് ഞാൻ തെറിച്ച് വീണിട്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കാം, സിനിമയിൽ ഇങ്ങനെയല്ലല്ലോ ഞാൻ കേട്ടത്, എടുത്തൂടെ പോകുന്നില്ല, അടി എടുത്തൂടെ പോകുന്നു, ഇതെന്താ സംഭവിച്ചു നോക്കും. മജുണ്ട് മൈക്കിൽ വിളിച്ചത്, നവാസ കേറി അടിന്ന് നോക്കും. എന്റെ മീശ ഉണ്ട് പ്ലാവിന്റെ ഇലയിൽ ഇങ്ങനെ കിടക്കുക, മീശ തെറിച്ച്. എന്നിട്ട് ഞാൻ നോക്കുമ്പോ കണ്ണൊന്നും കൊണ്ടൊരു മീശ അപ്പുറത്ത് കിടക്കുന്നു. മജുവാണ് എണീച്ച് അടിക്ക് നവാസ പ്ലീസ്, അല്ലെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോകണം. ഇത് സിംഗിൾ ഷോട്ട് ആണല്ലോ. ഞാൻ പോയില്ല. അങ്ങനെ മജുവിന്റെ അടുത്ത് വന്ന് കട്ടു പറഞ്ഞു, നീ എന്ത് പരിപാടി നവാസ കാട്ടിയത്, ഇനി അവിടെ തന്നെ പോണ്ടേ? നമ്മൾ സാറം എന്റെ മീശ, എന്ത് മീശ? പിന്നെ വേറെ ദിവസം ഞാൻ മെല്ലെ കണ്ണുറന്ന് കൊണ്ട് സണ്ണിണ്ട് വേറൊരു ആർട്ടിസ്റ്റ് കവുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് അപകടമാണ്, എണീച്ചാൽ. അതെ, നമ്മളിങ്ങനെ സിനിമയുടെ മുന്നേ എടുത്തുകൂടി പോകുന്നൊക്കെ കേട്ടത്. അടി കുഞ്ഞിട്ട് ആർക്കും ഒരു പ്രശ്നമില്ല. സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നറിയോ ചെമ്പൻ? പിന്നെ അയ്യോ, അല്ല ഒന്നാമത് ഞാൻ എന്റെ കുറ്റാട്ടോ, ഞാൻ മാറാനിട്ടാ. ശരിക്കും അടി വരുമ്പോ പ്ലീസ് ചമ്മച്ചേട്ട ഇപ്പൊ അടുത്തൊരു പടത്തിൽ വിളിച്ചിട്ടുണ്ട്. നമ്മുടെ 2 കൈയിലും വലുതായിരിക്കും. എന്റെ 2 കൈ ചേർന്നാല് അതിലും വലിയ കൈയാണ് പുള്ളിയുടെ. അപ്പൊ അത് വെച്ചിട്ട് അടി കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ. ഈ പല ടീമിന്റെ കൂടെ ശ്രീനിവാസിന്റെ കൂടെ ഉണ്ടായിരുന്നു തമാശയിൽ. ഇങ്ങനെ ഇപ്പം ആർട്ടിസ്റ്റുകളായാലും ഡയറക്ടേഴ്സും ആ ഒരു ടീമൊക്കെ ആയാലും പലരുടെ കൂടെ വർക്ക് ചെയ്യുന്നത്. അതെ, ഏകദേശം അങ്ങനെയുള്ള ഓടുന്ന ആളാണല്ലോ. അപ്പൊ ഇതിന്ന് എന്താ, നമുക്ക് പല ആളുകളുടെ കൂടെ ഇപ്പൊ മജുക്കാന്റെ അടുത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നു, നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുകയും വേണല്ലോ. അത് എങ്ങനെയാ ഒരു ആക്ടർ എന്നുള്ള രീതി ഹെൽപ്പ് ചെയ്യണേ? അതെന്ന് എനിക്കാണെങ്കിൽ എനിക്ക് പടങ്ങൾ വിളിക്കുമ്പോഴേ എനിക്ക് ഫസ്റ്റ് ആരെ വിളിക്കുന്നത് ഞാൻ അവരെ കൂടെ പോവുക. അല്ല അങ്ങനല്ല, എനിക്കറിയില്ല ആരാ വിളിക്കുന്നത്, അപ്പോൾ ഞാൻ അവരെ കൂടെ പോകും. അപ്പൊ നല്ല പടങ്ങൾ എനിക്ക് കുറെ മിസ്സായി പോകുന്നുണ്ട്. അപ്പൊ ഇതേമാതിരി തന്നെ ഈ കൊത്തൊക്കെ ഒഴിവാക്കി ഞാൻ ഒരു പടത്തിന് പോയി. ഞാൻ കിങ് ഓഫ് കൊത്ത വിളിച്ചപ്പോൾ ഞാൻ സാറേ ഞാൻ വേറെ പടത്തിലാണ്. ഈ പടത്തിന് പോയപ്പോൾ ഇതേമാതിരി ഷൂട്ടിംഗ് സ്ഥലത്ത് എത്തി. പിറ്റേന്ന് രാവിലെ ഇറങ്ങാം, റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാറ് ചോദിച്ചു, ഡയറക്ടർ സാർ എല്ലാം എൻ്റെ ഡ്രസ്സൊക്കെ ഇടേ, നമ്മളെ റൂമിലുണ്ട്, അതൊക്കെ ഇടണ്ടേന്ന്. അപ്പൊ ഞാൻ പടച്ചോനെ വന്ന് വെട്ടിയാണ്. അവിടെ കോസ്റ്റ്യൂം ഒന്നും ഇല്ല, കൊണ്ടുപോകുന്ന ഇത്രയും വലിയ പടം ഒഴിവാക്കിട്ട് ഇവിടെ മേക്കപ്പിന് പൗഡർ എന്താ എടുത്തു എന്നോട്. മേക്കപ്പ് നവാസിന്റെ ഒരു കിളി പോയ പോക്കുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞപ്പോ നമ്മൾ പിടിച്ചു നിർത്തി. തിരുമാനിയൊക്കെ വന്നപ്പോ മജു നവാസിനെ കൺഫേം ചെയ്തപ്പോ തന്നെ ഞാൻ നവാസിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, നവാസ് കൂത്തുമ്പി കണ്ണിമാങ്ങ പ്ലാവില എന്ന് പറയുന്ന പടമൊക്കെ വിട്ടിട്ട് ഇതേപോലെയുള്ള പടം ചെയ്തില്ലെങ്കിൽ പിന്നെ പ്ലാവിലയും കണ്ണിമാങ്ങ ഒന്നും ഉണ്ടാവൂല എന്ന് പറഞ്ഞത്. ഇന്നൊരു സെറ്റിൽ ഇതേമാറ്റത്തിന് ഒരു ഡയറക്ടർ വന്ന് കഥ പറഞ്ഞു. കഥ പറഞ്ഞ് ഞാൻ സാറേ നോക്കാം ചെയ്യാന്നൊക്കെ പറഞ്ഞു.
പിറ്റേന്നുണ്ട് പോസ്റ്റർ ദിനോസറിന്റെ കുഞ്ഞുങ്ങൾ എന്നിട്ട് ഞാനും ദിനോസറിന് നിൽക്കണേ. അപ്പൊ കുഞ്ഞുങ്ങൾ രണ്ടുപേരും ഇവർ രണ്ടുപേരും വിളിച്ച് കുറെ ചീത്ത ഞാന് ഞാൻ ചെയ്യുന്നില്ലാന്നൊക്കെ അങ്ങനത്തെ അവസ്ഥ. ദിനോസറിന്റെ കുഞ്ഞുങ്ങളാ? അല്ല അങ്ങനത്തെ ഇപ്പൊ അവന്റെ പൂത്തുമ്പി കണ്ണു പച്ചമ അവസാനം ഉണ്ടോ ഇനി അങ്ങനെയൊക്കെ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ? ഇല്ല നിർത്തി. കണ്ണി വാങ്ങാന്നോ അങ്ങനെ എന്തോ പറഞ്ഞ പടത്തിലൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എന്താ അറിയോ, നല്ല പടങ്ങൾ ഒരുപാട് ഉണ്ടാവും പറയില്ലെങ്കിൽ ഞാൻ ഇതിന് ദീപ ഈ ഒരു ടീമിന്റെ കൂടെ 10-30 ദിവസം എങ്ങനെ ഇതിന്റെ 10:30 ആയിരുന്നു ദീപ. അതുകൊണ്ട് അങ്ങനെ ആണോ ദീപ കാണാൻ ദീപ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഭയങ്കര സട്ടിൽ ആക്ടിങ് ആണ്. എന്താണ് ആക്ടിങ് ആണെന്ന് സെറ്റിൽ അടിപൊളിയാ. സെറ്റില് ദീപ നല്ല ഓണായിരുന്നു. സിനിമയിൽ ഭയങ്കര രസമാണ്. കാര്യം സിനിമ കണ്ടൊരു 3-4 പേര് നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് നമ്മളോട് സംസാരിക്കുമ്പോൾ അവര് എടുത്തു പറഞ്ഞൊരു കാര്യം ദീപനെ കുറിച്ചിട്ടാണ്. സിനിമയിൽ ദീപ ഭയങ്കര രസമുണ്ട്, ഭയങ്കര പ്രിറ്റിയാണ്. എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ക്യാരക്ടർ റോളാണിത്. അപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. കാരണം ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സെറ്റായിരുന്നു. ഇപ്പം ഈ ലുക്ക് കണ്ടില്ലേ, പുള്ളി സെറ്റിൽ വന്നിട്ട് നമ്മുടെ ആ ഷോട്ടൊക്കെ എടുക്കുമ്പം എനിക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല. കാരണം എനിക്ക് ഈ മീശ കണ്ടിട്ട് എങ്ങനെയാണ് അഭിനയിക്കുന്ന ആലോചിച്ച് നോക്ക്. അതിൽ റൊമാൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പൊ എങ്ങനെ ഞാൻ റൊമാൻറ്റിക് ആവും ഇങ്ങനെ നോക്കിയിട്ട് ഈ മീശ കാണുമ്പോ. എന്നിട്ട് കട്ട് പറയുമ്പോ ഞാൻ അപ്പുറത്ത് വരുന്ന ചിരിക്കും. കാരണം നേരെ നോക്കിയിട്ട് പുള്ളിക്ക് ഒരു പരിപാടി എനിക്ക് ഓർമ്മ കേട്ടോ. അതായത് ഞാൻ ഒരു പ്രത്യേക ഒരു അവസ്ഥയിൽ ഞാൻ ദീപനെ ചോദ്യം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. നീ എന്തിനാണ് ചെയ്ത അങ്ങനെ ഒരു ചോദ്യം ചെയ്യുന്നുണ്ട്. അപ്പൊ കട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോ ദീപ പറയണേ നമ്മള് ഇയാള് റൂഡാവുമല്ലോ ചെയ്യും ഇയാള്. എന്നിട്ട് ദീപനോട് പറയണേ സഹിക്കാൻ പറ്റുന്നില്ല. മല്ലികാർജുന് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറായിരുന്നു. ന്യൂഞ്ഞിന് ശേഷം മല്ലികാർജുൻ കരിയറിൽ ഒരു എടുത്തു പറയാവുന്ന ക്യാരക്ടർ തന്നെയായിരുന്നു. അത് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ രഘുവിനെ അല്ലെങ്കിൽ കാസർഗോഡുള്ള ഫൈസീനെയൊക്കെ ചെയ്യുന്നതിനേക്കാൾ ഒരു ഇൻപുട്ട് അല്ലെങ്കിൽ ഇപ്പൊ ന്യൂഞ്ഞിനെയൊക്കെ പറഞ്ഞ പോലെ അങ്ങനെ ഇന്നായി ചെയ്തത്. അതിന്റെ ഒരു റീസൺ ഞാൻ ആദ്യം പറയട്ടെ. അപ്പന്റെ ലൊക്കേഷനിൽ നിന്നാണ് നേരെ വേലയിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഗുണം ഒരു നല്ല സ്കൂളിൽ വേറെ നല്ല സ്കൂളിലോട്ട് പോയത് പ്രിപ്പറേഷൻസ് ഉണ്ടായിരുന്നു. അതൊരാഴ്ച അവിടെ സ്റ്റേ ചെയ്ത് ഷൂട്ട് തുടങ്ങുന്നതിന് മുന്നേ. അങ്ങനെ അത് പറഞ്ഞ പോലെ ലുക്ക് ആദ്യം ചേഞ്ച് ചെയ്തു. വലിയൊരു മീശയൊക്കെ വെച്ച് ഇവിടെയൊക്കെ നല്ലൊരു ബാക്ക് സ്റ്റോറി പറഞ്ഞു. ലുക്ക് പറയുമ്പോ കുറച്ചു മുമ്പും പരീക്ഷിച്ചു സോമന്റെ കൃതാവ്. ലുക്ക് മാത്രമേ പടം ഇഷ്ടപ്പെട്ടു. പക്ഷെ ചിലര് അതിനെ അതിന്റെ ആശയങ്ങളോട് വിയോജിപ്പുണ്ടാവും. നമ്മളൊരു സിനിമയിൽ ഇപ്പൊ ഒരു കൊലപാതകമായിട്ട് അഭിനയിക്കാൻ വിളിച്ചു കഴിയുമ്പോൾ കൊലപാതകം പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഇയാള് പക്ഷെ നമുക്കൊരു പ്രൊട്ടഗണിസ്റ്റ് ആകുമ്പോഴും എനിക്ക് കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല. അത് അയാളുടെ വിശ്വാസമല്ലേ, അങ്ങനെയാണ് അയാളുടെ വിശ്വാസമാണ്. ഇപ്പൊ എനിക്ക് അങ്ങനെ ഒരു ചോയ്സ് ഇല്ല ലൈഫിൽ. അതായത് എൻ്റെ വിശ്വാസങ്ങളോട് യോജിക്കുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഒരാളെ മാത്രം പ്ലേ ചെയ്യുള്ളൂ എന്ന് പറയുന്നൊരു തോട്ടിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ പൊതുവെ സിനിമകളിൽ അട്രാക്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു പക്ഷേ മജു എന്നോട് ഇപ്പോൾ ലുക്കുമാണ് പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയാവുന്നൊരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ഓഫർ ചെയ്തു, എൻ്റെ ക്യാരക്ടർ ഓഫർ ചെയ്താൽ ഞാൻ എൻ്റെ ക്യാരക്ടറെ ചൂസ് ചെയ്യുള്ളൂ. ഈ ഗ്രേ ആണ് എപ്പോഴും എനിക്ക് എന്നെ എക്സൈറ്റ് ചെയ്യുന്നത്. ഗ്രേ എന്ന് പറയുന്നത് ഒരു ബ്ലാക്കും അല്ല വൈറ്റും അല്ല, ഈ ഗ്രേയുടെ ഒരു ഷെയ്ഡ്സ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറ്. സോണി ഫാമിലിയില് നല്ലൊരു പക്ഷെ അത് വൈറ്റ് കളറുള്ള അകത്ത് ബ്ലാക്ക് ഉള്ള ആളല്ലേ. അത്തരം കാര്യങ്ങൾ എക്സൈറ്റിംഗ് ആണ്. ഞാൻ ആത്യന്തികമായിട്ട് ഞാനൊരു ആക്ടറാണ്. ഞാൻ കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലറാണ്, അല്ലെങ്കിൽ സ്റ്റോറി ടെല്ലറിന്റെ ടൂളാണ്. അപ്പോൾ എനിക്കൊരു പൊളിറ്റിക്കലി സ്റ്റാൻഡ് എടുക്കാൻ പറ്റില്ല ലൈഫിൽ. ഇങ്ങനെ എല്ലാം തികഞ്ഞൊരു കഥാപാത്രം ചെയ്യുക എന്ന് പറയുന്നത് ഒരു നടൻ എന്നുള്ള തരത്തിൽ ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന അനീതിയായിരിക്കും. ഞാൻ എന്നെ എക്സൈറ്റ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങൾ ചെയ്യുക എന്ന് പറയുന്നതിൽ മാത്രം വിശ്വസിക്കുന്ന ഒരാളാണ്. ഈ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് അല്ലെ ഇപ്പം നമ്മൾ പറഞ്ഞ ക്യാരക്ടേഴ്സിനൊക്കെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇപ്പം അപ്പന് ശേഷം പ്രത്യേകിച്ചും കുറച്ചൊക്കെ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. ആ സമയത്ത് പറഞ്ഞ പോലെ ഞാൻ ഓർക്കുന്നു ഇന്റർവ്യൂസിൽ ന്യൂഞ്ഞിൻ്റെ ഒക്കെ ശേഷം. അപ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ഹിറ്റ് സിനിമ ആയിരിക്കാം, നല്ലൊരു കോംബോ ആയിരിക്കാം, പക്ഷെ ചെയ്ത പോലത്തെ ഉള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് അത് മാറ്റി വെക്കുക, അങ്ങനെ ഒരു ചോയ്സ് എടുക്കുന്നുണ്ടോ? അത് ആദ്യം അങ്ങനെ ഒരു ചെയ്തൊരു ക്യാരക്ടർ തന്നെ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറില്ല. എനിക്കും എന്തെങ്കിലും ഒരു ഗ്രോത്ത് വേണ്ട ആസ് എൻ ആക്ടർ. അപ്പോൾ അതിപ്പോൾ അപ്പന് ശേഷവും അത് കുറച്ചുകൂടെ ഒന്ന് സീരിയസ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പന് എല്ലാവരും OTT-ലാ സ്വീകരിച്ചെങ്കിൽ തിയേറ്ററിൽ സ്വീകരിക്കട്ടെ.
അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.